ഓക്കെ, അപ്പം എൻ്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട. എക്സാം ആണ്, എനിക്കറിയാം. ഒരു ടെൻഷനും വേണ്ട. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു എക്സാം നേരിടാം. അപ്പോൾ ടീച്ചർ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. എൻ്റെ മക്കൾ അത് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആശ്വാസപ്പെട്ടിരിക്കുക. അതുപോലെ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. നിങ്ങളുടെ ആൻസർ ഷീറ്റ് കറക്റ്റ് ആണോ? അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ? ABC കറക്റ്റ് ആണോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടോ? ഇതൊക്കെ സമാധാനപരമായിട്ട് ഇരുന്ന് ചെയ്യുക. ഹലോ മക്കളെ, അപ്പൊ എല്ലാവരും എക്സാം ഒക്കെ ആയിട്ട് ടെൻഷൻ അടിച്ച് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയായിരിക്കും. അപ്പൊ ടീച്ചർ എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എൻ്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട. എക്സാം ആണ്, എനിക്കറിയാം. ഒരു ടെൻഷനും വേണ്ട. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു എക്സാം നേരിടാം. അപ്പൊ ടീച്ചർ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. എൻ്റെ മക്കൾ അത് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ടീച്ചർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒരു 2 വട്ടമെങ്കിലും വായിക്കണം. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഫോട്ടോസിന്തസിസ്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോളജിയുടെ ഫോട്ടോസിന്തസിസിനെ കുറിച്ചിട്ടായിരിക്കും ചോദ്യം വന്നിട്ടുണ്ടാവുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ടേം കാണുമ്പോൾ തന്നെ എനിക്ക് ആൻസർ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഫുൾ കാര്യങ്ങൾ അതിൻ്റെ കഥകൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ക്വസ്റ്റ്യനിൽ ഫോട്ടോസിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണോ, അതോ അതിൻ്റെ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് എഴുതാനാണോ പറഞ്ഞിട്ടുള്ളത്, അതോ ഇക്വേഷൻ ആണോ, ഡയഗ്രാം ആണോ, എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കുക. അതിന് മാത്രം ആൻസർ എഴുതുക. ഇത് ഒന്നാമത്തെ ടിപ്പ്. ഏതൊരു കുട്ടിക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മനസ്സിലായോ മക്കളെ? അതുപോലെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫോട്ടോസിന്തസിസ് റിലേറ്റഡ് വന്നിട്ടുള്ളത്. അതിന്റെ ഫംഗ്ഷൻ ആണ് എഴുതേണ്ടതെങ്കിൽ നിങ്ങൾ ആ ഒരു ഫംഗ്ഷൻ മാത്രം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ബാക്കിയുള്ള കഥകൾ മുഴുവൻ ഫോട്ടോസിന്തസിസിന്റെ പിന്നിലുള്ളതും മുന്നിലുള്ളതും ഒന്നും നിങ്ങൾ എഴുതണ്ട. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ ടിപ്പ് ടീച്ചർക്ക് പറഞ്ഞു തരാനുള്ളത്. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ ഒരു 2 വട്ടം വായിക്കണം. അതിനോടൊപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ച് മാത്രം എഴുതണം. അൺനെസസറി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അവോയ്ഡ് ചെയ്യണം. അടുത്തൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതണം. എൻ്റെ കുട്ടികൾ എങ്ങനെയാണ് ആൻസർ എഴുതുന്നത്? നേരെ ഒരു പാരഗ്രാഫ് ഫുൾ അങ്ങ് എഴുതി അപ്പോൾ ടീച്ചർ ഇതിൽ നിന്ന് വേണമെങ്കിൽ ആൻസർ വേണമെങ്കിൽ തപ്പി പിടിച്ചെടുത്തോട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. പകരം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസേഴ്സ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതണം. നിങ്ങൾക്ക് എക്സാമിന് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിന് ഓരോന്നും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതണം. 2 മാർക്കിനാണെങ്കിൽ ഒരു 4 പോയിന്റെങ്കിലും മിനിമം എഴുതണം. 3 മാർക്കിനാണെങ്കിൽ ഒരു 6 പോയിന്റ്, 4 മാർക്കിനാണെങ്കിൽ 8 പോയിന്റ്. ഇത് മിനിമം ആണ് കേട്ടോ ടീച്ചർ പറയുക. അപ്പോൾ ഓരോന്നും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ കൂടി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നോക്കുന്ന ടീച്ചേഴ്സിന് നിങ്ങളോടൊരു ഇംപ്രഷൻ തോന്നും. അവർക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് ഇട്ട് തരാനായിട്ട് തോന്നും. അതായത് പോയിന്റ് ബൈ പോയിന്റ് ആകുമ്പോൾ അവരുടെയും ജോലി കുറയും. അല്ലെങ്കിൽ അവരിങ്ങനെ പാരഗ്രാഫ് വായിച്ച് ആകെ മുഷിഞ്ഞായിരിക്കും നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി എൻ്റെ മക്കൾ ഫോളോ ചെയ്യുക. മാർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ലോങ് പാരഗ്രാഫ് അവോയ്ഡ് ചെയ്തിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതണം. സഫീഷ്യന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് വേണ്ടുന്ന ആൻസറും കൂടി ആയിരിക്കണം നിങ്ങൾ പോയിന്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത് രണ്ടാമത്തെ ടിപ്പ്. അടുത്തത് എന്താ നോക്കിക്കേ. ബയോളജിയുടെ കേസിലൊക്കെ ആണെങ്കിൽ എൻ്റെ മക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കറക്റ്റ് ബയോളജിക്കൽ ടേംസ് യൂസ് ചെയ്യണം. മനസ്സിലായോ? നമുക്ക് ലോക്കലി ഉപയോഗിക്കുന്ന കുറേ ഭാഷകളുണ്ട്. പക്ഷേ അത് നമുക്ക് ബയോളജി എക്സാമിന് എഴുതാൻ പറ്റില്ല. ബയോളജിക്ക് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ എഴുതണം. ഇപ്പോൾ മെറ്റബോളിസത്തിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സം ടോട്ടലാണ്, അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ റിയാക്ഷൻ്റെയും സം ടോട്ടലാണെന്ന് നമുക്കറിയാം മെറ്റബോളിസം. പക്ഷേ കാറ്റബോളിസം, അനാബോളിസം എന്നുള്ള ടേംസും കൂടി നമ്മളതിൽ മെൻഷൻ ചെയ്യണം. മനസ്സിലായോ? ഓരോ കാര്യം പറയുമ്പോഴും ബയോളജിക്കൽ ടേംസിന് ബയോളജി എക്സാമിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അടുത്തത് സയന്റിഫിക് നെയിം ഒക്കെ എഴുതുമ്പോൾ ഒരു സ്പെല്ലിംഗ് പോലും തെറ്റാൻ പാടില്ല. പിന്നെ നമ്മൾക്കറിയാമല്ലോ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടീച്ചർ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ മാൻജിഫെറ ഇൻഡിക്ക കാണിക്കാം. യെസ്, ഇങ്ങനെ എഴുതുന്ന സമയത്ത് എം ക്യാപിറ്റൽ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഐ സ്മോൾ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ അണ്ടർലൈൻ ചെയ്യാനും ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഇതുപോലെ സയന്റിഫിക് നെയിം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതുക. അതുപോലെ സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. മക്കളെ, ബയോളജിയിൽ നോക്കുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷൊക്കെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ലാതെ പോവും. പക്ഷെ ബയോളജിയിൽ ബയോളജിക്കൽ ടേംസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും സ്പെല്ലിംഗ്
എന്ത് ചെയ്യുക, മനഃപ്പാഠമാക്കുക, കാണാപ്പാഠം പഠിക്കുക, അത് അതേപോലെ എഴുതുക, തെറ്റിക്കാൻ പാടില്ല. അത് അടുത്തൊരു കാര്യമാണ്. ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, കീ വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ ഓരോ പ്രധാനപ്പെട്ട പോയിന്റും അണ്ടർലൈൻ ചെയ്ത് പോകണം. ഓക്കെ. അതുപോലെ അവോയ്ഡ് ഇൻഫോർമൽ ലാംഗ്വേജ്. നമ്മൾ എക്സാം എഴുതുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ എക്സാം എഴുതി ലാസ്റ്റ് പേജിൽ കൊണ്ട് എഴുതി വെക്കും, മിസ്സേ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത പേജിലാണ്. ഓക്കെ. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ അവിടെയാണെന്നൊക്കെ മെൻഷൻ ചെയ്യുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ എക്സാം ഷീറ്റ് എപ്പോഴും എന്തായിരിക്കണം, നീറ്റ് ആയിരിക്കണം, ഫോർമൽ ആയിരിക്കണം. മനസ്സിലായോ? അൺനെസസറി ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ ഷീറ്റിൽ എഴുതാൻ പാടില്ല. ചില കുട്ടികൾ പറയും, മിസ്സേ ഒരു 5 മാർക്ക് ഇട്ട് തരണേ, ഒരു റിക്വസ്റ്റ് ഒക്കെയാണ്, നോക്കുന്ന ടീച്ചർ ഒരു അലിവ് തോന്നി മാർക്ക് ഇടട്ടെ എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ഒക്കെ എഴുതി വെക്കും, ഒരു ആൻസർ അറിയാത്ത കുട്ടികൾ. അപ്പോൾ നിങ്ങൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല. അതൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ മോശമാക്കും ടീച്ചേഴ്സിന്റെ മുന്നിൽ. അടുത്തതാണ് മക്കളെ ഡയഗ്രാം വരയ്ക്കുമ്പം നിങ്ങൾ എങ്ങനെയാണ്, ഡയഗ്രാം എല്ലാം പഠിച്ചിട്ടുണ്ടോ? ബയോളജിക്ക് നമുക്ക് ഒരുപാട് ഡയഗ്രാംസ് ഉണ്ട്. ഇവിടെ നോക്കിക്കോളാം. ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നീറ്റായിട്ട് വരയ്ക്കണം. പെൻസിൽ ഉപയോഗിച്ച് വേണം വരയ്ക്കാനായിട്ട്. പേന ഉപയോഗിച്ച് ഒരിക്കലും നിങ്ങൾ എക്സാമിന് ഡയഗ്രാം വരയ്ക്കാൻ പാടില്ല. പേന ഉപയോഗിച്ചാൽ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ അത് മാറ്റാനായിട്ട് സാധിക്കില്ല. സോ പെൻസിൽ ഉപയോഗിച്ച് ഡയഗ്രാം വരയ്ക്കുക. മീഡിയം സൈസ്ഡ് ഡയഗ്രാം ആയിരിക്കണം. ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മളൊരു പേജ് ഫുൾ എടുത്ത് വരയ്ക്കരുത്. സപ്പോസ് ഇവിടെ ന്യൂറോണിൻ്റെ പടം ടീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ന്യൂറോൺ നിങ്ങൾ എക്സാം ഷീറ്റിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഒരു പേജ് ഫുൾ എടുത്തിട്ട് ആ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പാടില്ല. ഒരു കോർണറിൽ വേണം വരയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ലേബൽ ചെയ്യണം. ഓരോന്നും വ്യക്തമായി അടയാളപ്പെടുത്തി ലേബൽ ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ലേബലിങ്ങും ഒരു സൈഡായിരിക്കണം. ഇവിടെ ഒരു ഇമേജിൽ ടീച്ചർ കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചതാണ്. ഇവിടെ പല സ്ഥലത്ത് ലേബൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആവാൻ പാടില്ല. എല്ലാം ഇപ്പൊ ആക്സോണിന്റെ കേസാണെങ്കിൽ ഇതുപോലെ ഒരു സൈഡിലേക്കായിരിക്കണം ആക്സോൺ. അടുത്തത് ഷ്വാൻസെൽ ആണെങ്കിൽ ഷ്വാൻസെൽ. ഓക്കെ. ഇതുപോലെ എല്ലാം ഒരേ സൈഡിലേക്ക് ആയിരിക്കണം. ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ലേബൽ ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾക്കറിയാം ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് എവിടെയുണ്ട്, ബയോളജിയിലുണ്ട്, ഹാർട്ട് ഉണ്ട്, കിഡ്നി ഉണ്ട്, ഐ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പം എക്സാം ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്തത് നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ്. അതും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എക്സാം എഴുതാൻ തുടങ്ങുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ടൈം നോക്കാം. എത്ര മണിക്കാണ് എക്സാം തുടങ്ങുന്നത്, നിങ്ങൾക്കൊരു പ്ലാൻ വേണം. എപ്പോഴാണ് നിങ്ങൾ എക്സാം അവസാനിപ്പിക്കാൻ പോകുന്നത്, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എടുക്കുന്ന ടൈമിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ. ഫസ്റ്റ് 10 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം തന്നിട്ടുണ്ടാവും. ആ ടൈമിൽ കൃത്യമായ ആ ഒരു സമയം നിങ്ങൾ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്യുക. ഓക്കെ. ആ ടൈമിൽ വേറെ ചിന്തകളൊന്നും വേണ്ട, ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്യുക. അതുപോലെ ഈസി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത ശേഷം ലാസ്റ്റ് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ടൈം ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഒരുപാട് സമയം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഒരുപാട് സമയം ഒരു ക്വസ്റ്റ്യന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ക്വസ്റ്റ്യൻസ് അപ്പുറം ഉണ്ടാവും, അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഓരോന്നിനും എത്ര ടൈം നിങ്ങൾ കൊടുക്കണമെന്ന് ആ കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്ത് വയ്ക്കുക. ലാസ്റ്റ് 10 മിനിറ്റ്സ് എന്തിനു വേണ്ടി വയ്ക്കുക മക്കളെ, ഒരു റിവിഷൻ പോലെ വയ്ക്കുക. റിവിഷൻ എന്ന് പറയുമ്പം ഫുള്ളിരുന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് പഠിക്കണം എന്നല്ല ടീച്ചർ പറയുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തു അത് പ്രോപ്പർ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇനി എന്താ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. എപ്പോഴും നിങ്ങൾ കുറച്ച് മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതായത് കോമൺ ആയിട്ട് സ്റ്റുഡൻസ് കുറച്ച് മിസ്റ്റേക്സ് എക്സാം ഷീറ്റിൽ വരുത്താറുണ്ട്. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. എന്തൊക്കെയാന്ന് നോക്കിക്കേ. കോമൺ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ എന്തെങ്കിലും മാറിയിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ബ്ലാങ്ക് ആയിട്ട് ഇടാൻ പാടില്ല. ഓക്കെ. ടീച്ചർ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് എന്തെങ്കിലും സിലബസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വന്നത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അഡീഷണൽ വന്നാൽ എന്താണ്, നിങ്ങൾ വിചാരിക്കും ഇതെനിക്ക് പഠിക്കാനില്ല, ഇതെനിക്ക് എഴുതണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ട് അതിന് എന്തെങ്കിലും ഒരു സെന്റൻസ് എങ്കിലും എഴുതി വെക്കുക. അങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ ആ മാർക്ക് കംപ്ലീറ്റ് കിട്ടുന്നതായിരിക്കും. സോ ഒരു ക്വസ്റ്റ്യനും ബ്ലാങ്ക് ആക്കി വിടാൻ പാടില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ ഓവർ റൈറ്റ് ചെയ്യാൻ പാടില്ല. ടീച്ചർ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. അത് പ്രോപ്പർ ആയിട്ട് നോക്കണം. നിങ്ങൾ ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമില്ലേ, ആ ടൈമിൽ ഈ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റ് ഓർഡറിലാണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതൊക്കെ നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ മാത്രമല്ല, അതിന്റെ സബായിട്ട് ABC ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബയോയുടെ ഒക്കെ
ഇങ്ങനത്തെ കേസിൽ ഒരുപാട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അതും പ്രോപ്പറായിട്ടൊന്ന് നോക്കിക്കോളുക. പിന്നെ ആൻസേഴ്സ് ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതി വന്ന് നമ്പർ ഇടാതെ അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ അതിൻ്റെ അടിയിലായിട്ട് അങ്ങനെ എഴുതി പോകാൻ പാടില്ല. അതൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആശ്വാസപ്പെട്ടിരിക്കുക. അതുപോലെ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. നിങ്ങളുടെ ആൻസർ ഷീറ്റ് കറക്റ്റ് ആണോ, അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ, ABC കറക്റ്റ് ആണോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടോ, ഇതൊക്കെ സമാധാനപരമായിട്ട് ഇരുന്ന് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? റെഡി ആണല്ലോ? അപ്പോൾ ആർക്കും ഒരു ടെൻഷൻ വേണ്ട. എല്ലാവരും കാമായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ഇരിക്കുക. ഒരു ടെൻഷനോ ഒരു കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾക്ക് ഒരുമിച്ച് എക്സാം നേരിടുക എന്നുള്ളതാണ്. കാമായിട്ടിരിക്കുക, എക്സാം ടൈമിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുക, ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഓക്കെ, ഒരു 2-3 വട്ടം ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിടുക. സമാധാനപരമായിട്ട് ഹാപ്പി ആയിട്ട് വേണം. ടെൻഷൻ അടിച്ച് സ്ട്രെസ് ചെയ്ത് അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കരുത്. ഹാപ്പി ആയിട്ട് ചിരിച്ചതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കാണുക. ഇൻ കേസ് നമുക്ക് ഉത്തരം അറിയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് പതിയെ നിങ്ങളുടെ തലയിലേക്ക് വന്നോളും. നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ സ്ട്രെസ് ചെയ്ത് അയ്യോ എനിക്കത് കിട്ടുന്നില്ല അങ്ങനെ കരുതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് എക്സാമിന് അത് എഴുതാൻ പറ്റില്ല. അപ്പം എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് കാമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ആൻസേഴ്സ് എഴുതണം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ വിട്ടിട്ട് എന്ത് ചെയ്യുക, പോവുക. അതിനുശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്ന് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുക. ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ആ ടൈമിൽ നമ്മൾ പോയിട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പോൾ ആരും ഒന്നും വിഷമിക്കേണ്ട. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ.